ആഴ്ച മനുഷ്യനും പിശാചും നിന്റെ കണ്ണിന് മറച്ച സ്വപ്നങ്ങളിലേക്ക് നീ പറന്നുയരും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അർത്ഥാൽ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും നമുക്കൊരുമിച്ച് സന്തോഷിക്കുവാൻ ഇങ്ങനൊരു അവസരം നൽകിത്തരികയും ചെയ്ത നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ഇന്ന് നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ആയിരിക്കുന്നത് പോലെ വരും ദിവസങ്ങളിലും നിങ്ങളുടെ ജീവിതം സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെതും സന്തോഷത്തിൻ്റെതുമായി മാറുവാൻ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആ ആലോചന, സന്തോഷത്തിൻ്റെ ആലോചന അഥവാ പ്രവചന ദൂത് നിങ്ങളത് കേട്ട് കഴിഞ്ഞു. മനുഷ്യനും പിശാചും നിങ്ങളുടെ കണ്ണിന് മറച്ചു വച്ച നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ പറന്ന് ഉയരുവാൻ പോകുന്നു. റെഡിയാണോ ബ്രദർ, സിസ്റ്റർ? ആ തൊഴിലെന്ന അതെ, അയ്യോ പാസ്റ്റർ തൊഴിലിനെക്കുറിച്ച് പറയരുതേ. ഇങ്ങനെ ഒരു തൊഴിൽ ഇല്ലാതിരുന്നെങ്കിൽ അത് തന്നെ നല്ലത്. തൊഴിലുണ്ടെങ്കിൽ ചോദ്യം ഏറി വരും. ജോലി ഉണ്ടായിരുന്നിട്ട് നീ എന്താ തരാത്തത്? അവിടെ നിന്ന് കിട്ടുന്നത് എത്രയാണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. ജോലിയുണ്ടോ? ഉണ്ട്. വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. കടം കൊടുക്കാനുള്ളവർക്ക് ഇപ്പോഴും കൊടുക്കാനുണ്ട്. വാങ്ങുന്നതിന് ഒട്ടും കുറവില്ല. പിള്ളേരുടെ ആവശ്യങ്ങൾ അതുപോലെ കിടപ്പുണ്ട്. വീട്ടുകാരുടെ ആവശ്യങ്ങൾ അതുപോലെ തന്നെയുണ്ട്. പിന്നെ എന്തിനാ ജോലി? സ്വപ്നം കണ്ട ജോലി ഇതല്ലല്ലോ. മനുഷ്യനും പിശാചും ചേർന്ന് നിനക്ക് മുമ്പിൽ മറച്ചു വച്ച ആ വരുമാന മേഖലയിലേക്ക്, ആ തൊഴിലിലേക്ക് നീ പറന്നുയരുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഈ ആഴ്ച നീ അത് കാണും, നീ അത് അനുഭവിക്കും. യെസ്, യേശുവിൻ നാമത്തിൽ ഇനി ആ മറച്ചു വച്ച ആ മറവുകൾ, ആ തടസ്സങ്ങൾ നിനക്ക് മുൻപിൽ ഉണ്ടാകത്തില്ല. നീ പറന്നുയരുവാൻ പോകുന്നു. ഓ താങ്ക് യു ലോർഡ്. അതേ സഹോദരി, നീ ആഗ്രഹിച്ച ആ സന്തോഷങ്ങളിലേക്ക്, കുടുംബജീവിതത്തിൽ നീ ആഗ്രഹിച്ച സന്തോഷങ്ങളിലേക്ക്, നീ സ്വപ്നം കണ്ട ആ നന്മകളിലേക്ക് നീ പറന്നുയരുവാൻ പോകുന്നു. പലരും മറച്ചു വച്ച, അതെ പലരും മറച്ചു വെച്ചു നിനക്ക് മുമ്പിൽ അത് വെളിപ്പെട്ട് കിട്ടാതിരിക്കുവാൻ, ആ സന്തോഷം നീ അനുഭവിക്കാതിരിക്കുവാൻ, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് അതിനെ തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ഉയരത്തിലേക്ക് നീ ഉയർന്ന് പറക്കുവാൻ പോകുക. എന്തിനെന്നോ? നിന്റെ സന്തോഷത്തെ നേടിയെടുക്കുവാൻ. ഓ താങ്ക് യു ലോർഡ്. മക്കളെ, നിങ്ങളത് പ്രാപിക്കുവാൻ പോകുക. ഒരു അസൂയക്കാരനും ഇനി അതിനെ നിങ്ങളുടെ കൺമുമ്പിൽ മറച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ നിങ്ങളതങ്ങനെ പറഞ്ഞതുകൊണ്ട് സത്യമാകുമോ? നോ, ഞാൻ പറഞ്ഞതുകൊണ്ട് സത്യമാകത്തില്ല. ബൈബിളിൽ അത് വിശദീകരിച്ചിരിക്കുന്നു. അത് കേൾക്കുന്ന നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അത് സത്യമായി തീരും. വാക്യത്തിലേക്ക്, പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. തീർന്നില്ല, ചിറകടിച്ച് കയറും. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ചോദിക്കണം. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നത്. പലരും ചോദിക്കുവാൻ തയ്യാറാകുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെ തന്നെ ഇരുന്ന് ജീവിതത്തെ നശിപ്പിച്ച് കളയുക. നോ, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുവാൻ തയ്യാറാകുക. ആരോട്? ദൈവത്തോട്. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവം നിങ്ങൾക്ക് മറുപടി നൽകും. ചോദിക്ക്, പാസ്റ്ററെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്കറിയാം. അതെ, നമ്മൾ ഒരേ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ കഷ്ടതകൾ ഞങ്ങൾ അറിയുന്നുണ്ട്. ഞങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങളുടെ കണ്ണുനീർ, നിങ്ങളുടെ വേദന, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം, അതേ ഞങ്ങൾക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. അതേ, കടന്നു പോകുന്ന പ്രതിസന്ധി നിറഞ്ഞ അനുഭവങ്ങൾ, നല്ലതൊന്നും കാണുവാനില്ലാതെ, നല്ലതൊന്നും അനുഭവിക്കുവാനില്ലാതെ വല്ലാതെ തളർന്നു പോയിരിക്കുന്നു പാസ്റ്റർ, വല്ലാതെ ക്ഷീണിച്ചു പോയിരിക്കുന്നു. പിന്നെ എങ്ങനെ? അതാണ് അല്ലേ, പിന്നെ എങ്ങനെ? പറന്നുയരുന്നത് പോയിട്ട് ഒന്ന് നടക്കുവാൻ വേണ്ട, ഒന്ന് ഇഴഞ്ഞു മുൻപോട്ട് പോകുവാൻ പോലും കഴിയാത്ത വിധത്തിൽ സ്റ്റക്കായിരിക്കുക. അതെ, മുൻപോട്ടൊരു യാത്ര അസാധ്യമെന്ന് ചിന്തിക്കും വിധത്തിൽ സ്റ്റക്കായിരിക്കുന്ന
ചിലരോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, അതെ, നിൻ്റെ മുൻപോട്ട് പോക്ക് യാഥാർത്ഥ്യമാകുവാൻ പോകുക. അതിന് തക്കവണ്ണം ചില വാതിലുകളെ കർത്താവ് തുറന്നു തരിക. എന്നോ ആരൊക്കെയോ ചേർന്ന് അടച്ചു കളഞ്ഞ ചില വാതിലുകളെ, നിൻ്റെ മുന്നേറ്റത്തിന് തടസ്സമായി അടച്ചു കളഞ്ഞ വാതിലുകളെ കർത്താവിന് തുറന്നു തരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. നീ ഇനിയും അവിടെ തന്നെ സ്റ്റക്കായി കിടന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ അങ്ങനെ കിടക്കുകയാണ്, ഒരു എഴുന്നേൽപ്പില്ല, നല്ലതൊന്നും കാണുവാനോ കേൾക്കുവാനോ ഇല്ല. പിന്നെ എങ്ങനെ അതെ, 100 ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. എങ്ങനെ തളർന്നു പോയിരിക്കുന്നു, ബലഹീനപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷെ കേൾക്ക്, ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും? നോ, ഒരിക്കലുമില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളുടെ ഭാരമേറുന്ന കൈകളിൽ പിടിച്ചാൽ ഞാനും ഒരു പക്ഷേ വീണു പോകും. അത്രമാത്രം ബലവാനല്ല ഞാൻ. അപ്പോൾ പിന്നെ എൻ്റെ ഭാരമേറിയ കരം പിടിക്കുവാൻ എന്നെക്കാൾ ശക്തിയുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒത്തിരി പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷെ അവരൊക്കെ കൈ തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി ചിലരൊക്കെ കൈതരാൻ തയ്യാറായെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ എഴുന്നേൽപ്പിന് പര്യാപ്തമായോ? ഇല്ല. അങ്ങനെ മനുഷ്യരുടെ സഹായം കൊണ്ടൊന്നും പുറത്തു വരുവാൻ കഴിയുന്ന ഒരു സ്റ്റേജല്ല. അതൊക്കെ കഴിഞ്ഞു പോയി. ആരെങ്കിലും സഹായിച്ചതുകൊണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും തന്നതുകൊണ്ടോ? നോ. അല്പമൊന്നും ഇളച്ച് കിട്ടിയത് കൊണ്ട് ഈ ബാധ്യതയിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. അതല്ലേ സിസ്റ്റർ വിഷയം. ബാങ്കുകാർ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട് വേവർ ചെയ്തു തരാം. മീൻസ് ആ പലിശയൊക്കെ കുറച്ച് തരാം, പ്രിൻസിപ്പൽ എമൗണ്ട് അടച്ചാൽ മതി. അതായത് നിങ്ങൾ എടുത്ത എമൗണ്ട്, ലോൺ എടുത്ത എമൗണ്ട് അടച്ചാൽ മതി, മുതൽ അടച്ചാൽ മതി, വേവർ ചെയ്ത് തരാം. പക്ഷെ അതിനും പറ്റുന്നില്ല. ആ വേവർ ചെയ്ത് കിട്ടുന്ന മീൻസ് ആ ചെറിയൊരു ഡിസ്കൗണ്ട് കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ നീ സങ്കടപ്പെട്ടിരിക്കുക. പക്ഷെ ഉള്ളിനകത്തൊരു അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുമായിരുന്നു. ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. ആ വേവർ ചെയ്ത് കിട്ടിയത് ഒരുപാട് കുറഞ്ഞു. പലിശ, കൂട്ടുപലിശ, പിഴപ്പലിശ ഒക്കെ കുറഞ്ഞു. ആ ഒരൊറ്റ എമൗണ്ട്, ആ ഒരു എമൗണ്ട് ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിരിക്കുന്ന ആ ഒരു എമൗണ്ട് കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം, ആ ബാങ്കിലെ കടക്കാരുടെ ലിസ്റ്റിൽ നിന്ന് നിൻ്റെ പേര് വെട്ടുവാൻ തക്കവണ്ണം കർത്താവ് നിൻ്റെ കരങ്ങളിൽ തരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ആ എമൗണ്ട്, കുഞ്ഞിൻ്റെ ഫീസ് അടച്ചു, അവന് പരീക്ഷ എഴുതുവാൻ അവർ തന്ന ആ എമൗണ്ട്, യെസ്, അത് നീ അടയ്ക്കുവാൻ പോകുക. അത് കർത്താവിൻ്റെ കരങ്ങളിൽ തരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ ആമേൻ. ഇപ്പോഴാണെങ്കിൽ അത്രയും മതി. യെസ്, അവർ പറയുന്നത് ഇപ്പോൾ ചെയ്താൽ അത്രയും മതി. ഇപ്പോൾ ചെയ്താൽ, യെസ്, ഇപ്പോൾ അത് സംഭവിക്കുവാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുവാനായിട്ട് പറ്റും? ഇപ്പോൾ അത് സംഭവിക്കുവാൻ പോകുക. യെസ്, ഇപ്പോഴാണെങ്കിൽ അത്രയും മതി. അതിപ്പോൾ സംഭവിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്നും കിട്ടിയതുകൊണ്ട് കാര്യമില്ല. ഇവിടെ എഴുന്നേൽക്കണമെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ മനുഷ്യൻ വിചാരിച്ചാൽ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ ആസ്യൂഷ്യൽ ഇന്നലകളിൽ സംഭവിച്ചതുപോലെ സംഭവിച്ചതുകൊണ്ട് നോ, ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതുകൊണ്ട് എൻ്റെ ഭർത്താവ് ഒരു മാറ്റമുണ്ടാകത്തില്ല. അതാ വിഷയം. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതുകൊണ്ടോ ആരെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നോ. ആഴമേറിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം നിൻ്റെ കുടുംബം, നീ ആഗ്രഹിക്കുന്നവർ മുൻപോട്ട് പോകുവാൻ, നീ എന്ത് പ്രതീക്ഷിച്ചാണോ കെട്ടിക്കയറി ആ ഭവനത്തിൽ കയറി വന്നത്, അത് നിൻ്റെ ഭവനത്തിനകത്ത് സംഭവിക്കുവാൻ എന്തെങ്കിലുമൊക്കെ നോ. ആഴമേറിയൊരു മാനസാന്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രിയ സഹോദരി നിന്നോട് വിളിച്ചു പറയട്ടെ, നിൻ്റെ ഭർത്താവിന് ആഴമേറിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തെ കർത്താവ് ഒരുക്കുവാൻ പോകുക. ചിലരുടെ വാക്കുകളിൽ നിന്ന്, ചിലരുടെ വാക്കുകളാൽ അവൻ്റെ ഉള്ളിലേക്ക് ഇറ്റു വീഴപ്പെട്ട ആ വിഷത്തെ എൻ്റെ ദൈവം പൂർണ്ണമായി പുറത്താക്കുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ചിലരുടെ കൈവശങ്ങൾ അഴിയുക. ഓ റഖല മാഷകനെ. സഹോദരി, നിന്റെ പങ്കാളിയിൽ കടത്തപ്പെട്ട കൈവശത്തിൻ്റെ മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. നിന്റെ തലമുറകളിൽ ചെലുത്തപ്പെട്ട കൈവശത്തിൻ്റെ മണ്ഡലങ്ങൾ ചില ഭക്ഷ്യ സാധനങ്ങളിലൂടെ, ചില ഭക്ഷണ പാനീയങ്ങളിലൂടെ, ചില ലഹരി വസ്തുക്കളിലൂടെ അഡിക്ഷനാണ്. നീ പലപ്പോഴും ചിന്തിക്കുന്നില്ലേ, ഇത്ര ചെറുപ്രായത്തിലെ ഇത്ര ചെറിയൊരു ടൈം പീരീഡ് ഉപയോഗിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഇത്ര ചെറിയ തവണകൾ ഉപയോഗിച്ചിട്ട് ഇവൻ എങ്ങനെയാണ് ഇത്രമാത്രം അടിമയായത്? അടിമയാക്കിയത് അതിനകത്തുള്ള ലഹരിയല്ല, അതിനോടൊപ്പം എൻ്റെ ഉള്ളിൽ ചെന്ന കൈവശമാണ്. ഓ, ആ കൈവശത്തെ കർത്താവ് പുറത്താക്കുവാൻ പോയി. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ ശക്തിയില്ല, തളർന്നിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ്? അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചോദ്യം ആരോട് ചോദിക്കണം? ദൈവത്തോട്. ബൈബിളിലൂടെ ദൈവം ഉത്തരം തരും. നോക്കൂ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവൻ ക്ഷീണിക്കുന്നില്ല,
തളർന്നു പോകുന്നതും ഇല്ല. ആര്? നമ്മുടെ ദൈവം. ഓ താങ്ക് യു ലോർഡ്. ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ, നിത്യനായ ദൈവം, അവൻ തളർന്നു പോകുന്നതുമില്ല, ക്ഷീണിച്ചു പോകുന്നതുമില്ല. കേൾക്ക്, തളർന്നു പോകാത്തവൻ, ക്ഷീണിച്ചു പോകാത്തവൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ഓ, പലരുടെയും കാൽച്ചുവട്ടിൽ കിടക്കുന്ന, പലരുടെയും ദുഷിച്ച ചിന്തകൾക്ക് മുൻപിൽ വീണുപോയ നിന്നെ, പലരുടെയും കഠിന ഹൃദയങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോയ നിന്നെ, നിന്റെ സ്വപ്നങ്ങളിലേക്ക് എൻ്റെ ദൈവം ഉയർത്തും. കഴുകിനെ പോലെ നീ പറന്ന് ഉയരുവാൻ പോകുന്നു. ബ്രദർ, സിസ്റ്റർ, പ്രാർത്ഥിച്ചു തുടങ്ങ്. ഓ ആമേൻ. അവിടെ നീ ഒടുങ്ങിപ്പോകത്തില്ല. അവരുടെ ദുഷ്ട മനസ്സിന് മുമ്പിൽ നീ ഒടുങ്ങിപ്പോകത്തില്ല. അവരുടെ ക്രൂരത നിറഞ്ഞ ചിന്തകൾക്ക് മുമ്പിൽ നീ ഒടുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് അവിടെ നിന്നൊരു എഴുന്നേൽപ്പ്. ഓ ശബാറി ധലമാശകനെ. ആമേൻ. സ്തോത്രം. നോക്കൂ, ഈ ഭാഗത്ത് മനുഷ്യനെയും കഴുകിനെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഏകദേശം 4 വാക്യങ്ങൾ മുൻപോട്ട് കടന്നു പോകുന്നത്. കഴുകനും മനുഷ്യനും. മനുഷ്യനെ കുറിച്ച് ഞാൻ പറയണ്ട, ഞാൻ നിങ്ങളുമായിരിക്കുന്ന സ്തോത്രം, അനുഭവം, ജീവിതം അറിയാമല്ലോ. നമ്മുടെ കാഴ്ചകൾ മുൻപോട്ടുള്ളത് നമ്മൾ കാണുന്നു, മുൻപോട്ടുള്ളത് പ്രതീക്ഷിച്ച്, അല്ലേ? ഭൂമിയിൽ കാലുറപ്പിച്ച് നിൽക്കുവാൻ കഴിഞ്ഞാൽ ഞാനെന്ന് എഴുന്നേറ്റാൽ കാണിച്ചു തരാം. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു ചിന്ത. ഉറച്ചു നിൽക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. മുൻപോട്ട് പോകണം. പക്ഷെ അവിടെയാണ് മനുഷ്യരും പിശാചും എന്ത് ചെയ്യുന്നത്? മതിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ തടസ്സമായിട്ട് വരുന്നത്. നമ്മൾ പ്രതീക്ഷയോടെ നോക്കുന്നിടത്ത് വാതിലങ്ങ് അടയ്ക്കും. ആ ജോലിക്ക് വേണ്ടി നോക്കുന്നു, വാതിലടയ്ക്കും. അങ്ങനെ എവിടെയെങ്കിലും തലമുറ എത്തിച്ച് രക്ഷപ്പെടുത്താമെന്ന് നോക്കുന്നു, വാതിലടയ്ക്കും. അല്ലേ? നല്ല സ്വപ്നങ്ങൾ കാണുന്നു, വാതിലടയ്ക്കും. ആ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണം, കുറച്ചുകൂടെ നന്നായിട്ട്, അതെ, വാതിലടയ്ക്കും. കർത്താവിൻ്റെ വേലയിൽ കുറച്ചുകൂടെ വർദ്ധിച്ചു വരണം, വാതിലടയ്ക്കും. അതാ സംഭവിക്കുന്നത്. നമ്മളിങ്ങനെ നോക്കുന്നു. യെസ്, നമ്മളിങ്ങനെ നോക്കുന്നു, വാതിലടയ്ക്കുന്നു. പലരും ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ. വാതിലടച്ച് അവിടെ തന്നെ ഒതുക്കി കൂട്ടിയിരിക്കുക. ആ മതിൽ ചാടിക്കടക്കാനോ ഇഴഞ്ഞു കയറാനോ ഒന്നും പറ്റത്തില്ല. അത്രമാത്രം ക്ഷീണിച്ചിരിക്കുന്നു, തളർന്നിരിക്കുന്നു, ബലഹീനപ്പെട്ടു പോയി. അപ്പോഴാ കർത്താവ് അവിടെ പറയുന്ന കഴുകൻ നടക്കുകയല്ല, മറിച്ച് പറക്കുക. നോക്കൂ, നിങ്ങളുടെ മുമ്പിൽ ശത്രു മതിൽ കെട്ടി. നിങ്ങളുടെ വീട്ടിൽ ഉള്ള മതിൽ, ഇത്തിരി ഉയരത്തിലുള്ള ഒരു മതിൽ. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു കാഴ്ചയെ മറയ്ക്കും വിധത്തിൽ, നിങ്ങളുടെ സ്വപ്നങ്ങളെ മറയ്ക്കും വിധത്തിൽ ഒരു മതിൽ കെട്ടി. ആ ജോലിയെന്ന, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമെന്ന, അനുഗ്രഹിക്കപ്പെട്ട ഭാവി എന്ന, അനുഗ്രഹിക്കപ്പെട്ട മക്കളുടെ തൊഴിലെന്ന, ആ രാജ്യത്തിലേക്കുള്ള യാത്ര എന്ന, ഇല്ല ആ പേരെന്ന ആ സ്വപ്നത്തിന് മുമ്പിൽ മതിൽ കെട്ടി. ശ്രദ്ധിക്കണമേ, കാലുറപ്പിച്ച് നിന്ന് നോക്കിയാലും മതിൽ അവിടെ തന്നെയുണ്ട്. പക്ഷെ കഴുകൻ എങ്ങനെയാണ്? അവൻ മുകളിലോട്ടങ്ങ് പറക്കുക. മുകളിലോട്ട് പറന്നാൽ ഈ കെട്ടിയിരിക്കുന്ന മതിലിന് ആ സ്വപ്നത്തെ മറച്ചു വയ്ക്കുവാൻ കഴിയുമോ? നോ. ഇനി നീ ഓടുകയും ചാടുകയുമല്ല, നീ പറക്കും. ഓ, ദൂതേറ്റെടുക്കുവാൻ ധൈര്യമുണ്ടോ? ആമേൻ. ഈ ദൂതേറ്റെടുക്കുവാൻ പ്രിയ ബ്രദർ, സിസ്റ്റർ, പ്രിയ മാതാവേ, പിതാവേ, മക്കളെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പറക്കുവാൻ പോകുക. നിന്നെ എൻ്റെ കർത്താവ് ബലപ്പെടുത്തുവാൻ പോകുക. നിന്നെ ശക്തീകരിച്ചു ഉയരത്തിലേക്ക്. അവർക്ക് മതിൽ കെട്ടി ഉയർത്തി നിന്റെ സ്വപ്നങ്ങളെ ഇനി ഒരിക്കലും മറയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ഉയരത്തിലേക്ക് എൻ്റെ ദൈവം പറത്തുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ഇനിയും അങ്ങനെ ഇഴഞ്ഞും വലിഞ്ഞും ഓടിയും നടന്നും നീ പറക്കുവാൻ പോകുക. ഇനിയും അവർക്ക് നിന്റെ സ്വപ്നങ്ങളെ മറയ്ക്കുവാൻ കഴിയത്തില്ല. ഇവിടെ എന്നെ രസകരമായി ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ആമേൻ. നമ്മൾ മുമ്പിലോട്ട് പോകുമ്പോൾ മുൻപിലുള്ളത് കാണാതിരിക്കുവാൻ, അത് നമ്മൾ പ്രാപിക്കാതിരിക്കുവാൻ വേണ്ടി മതിൽ കെട്ടും. മുകളിലേക്ക് വരുമ്പോൾ മുകളിൽ ഒരു മേൽക്കൂര ചെയ്യും. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോഴും മറയുന്നു. അപ്പോഴാർക്ക് മറയും? ആമേൻ. ഈ മേൽക്കൂര കെട്ടുന്നവൻ മതിലിനും മേൽക്കൂരയ്ക്കും അകത്താകും. അവൻ ഇരുട്ടത്താകും. നിനക്ക് വല്ലതും മറയുമോ? മറയത്തില്ല. ഉയരത്തുള്ളതിനെ അങ്ങനെ മതിൽ കെട്ടിയും മേൽക്കൂര കെട്ടിയും മറയ്ക്കുവാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതിനെ മറയ്ക്കുന്നവരെ ഇരുട്ടത്താക്കി എൻ്റെ ദൈവം നിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക്, നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സന്തോഷങ്ങളിലേക്ക്, അനുഭവങ്ങളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക്
ഉയരെ പറക്കുമാറാക്കും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. എൻ്റെ ബലഹീനത അല്ല, അല്ലെങ്കിൽ എൻ്റെ ബലമല്ല, എൻ്റെ കഴിവോ കാര്യപ്രാപ്തിയോ ശക്തിയോ അല്ല, മറിച്ച് എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ശക്തി, നിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ശക്തി ഇനി നിന്റെ സ്വപ്നങ്ങളെ ആർക്കും നിനക്ക് മുമ്പിൽ തടഞ്ഞു വയ്ക്കുവാൻ കഴിയത്തില്ല. നിന്റെ പ്രാപിക്കൽ ഇനി തടസ്സം നിൽക്കുവാൻ കഴിയത്തില്ല. അർത്ഥാൽ ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇനിയും നിന്നെ നിത്യരോഗിയാക്കി ആ ഭവനത്തിനകത്ത് പൂട്ടിയിടുവാൻ മനുഷ്യനും പിശാചിനും കഴിയത്തില്ല. അതെ, ഒരിക്കൽ കൂടി കേൾക്ക്, ഇനിയും നിന്നെ നിത്യരോഗിയാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനും പരിഹസിക്കുവാനുമുള്ള ഒരു വിഷയമാക്കി ഭവനത്തിനകത്ത് പൂട്ടിയിടുവാൻ മനുഷ്യനും പിശാചിനും കഴിയത്തില്ല. ആ വാതിലുകളെ തുറന്ന് സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, പ്രാപിക്കലിൻ്റെ അനന്തവിഹായസിലേക്ക് നീ ഉയരെ ഉയരെ പറക്കുവാൻ പോകുക. യാസ്, നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. യെസ്, ഇനിയും നീ ജോലി ചെയ്യും. ബ്രാദർ, ഇനിയും നീ ജോലി ചെയ്യും. സിസ്റ്റർ, ഇനിയും നീ നിന്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കും. നിന്റെ ഭർത്താവിനെ നീ ആഗ്രഹിക്കുന്നത് പോലുള്ള ഭാര്യയായി. അവൻ മക്കളെ, ഇനിയും അവിടെ ഇനിയും സാധ്യതയുണ്ട്. എല്ലാം തീർന്നു പോയി പാസ്റ്റർ, എല്ലാം തീർന്നു പോയി. ഞങ്ങൾ വരുന്നത് വരെ ഇവിടെ നിന്ന് എല്ലാവരും കോരിക്കൊണ്ട് വന്നു, ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം പറ്റിപ്പോയി. നോ, നിനക്ക് വേണ്ട ഉറവകളെ കർത്താവ് അവിടെ തുറക്കും. ആ രാജ്യത്ത്, നീ എത്തപ്പെട്ട രാജ്യത്ത്, നിന്റെ വാഗ്ദത്തത്തിൽ, അതേ നിന്റെ വാഗ്ദത്ത ദേശത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പുതിയ ഉറവകളെ തുറന്ന് തരും. ഇനിയും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, പാസ്റ്റർ അവർ ബലഹീനരാണ്, അവർക്ക് പറ്റത്തില്ല, പുറത്തു വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് പറ്റത്തില്ല. അവർക്ക് പറ്റും. അവരുടെ മേലെൻ്റെ ദൈവം ശക്തിയെ പകരും. മേൻ, ആ മധ്യത്തിൽ നിന്ന്, മയക്കുമരുന്നുകളിൽ നിന്ന്, ലഹരിയിൽ നിന്ന് എൻ്റെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരും. ആ സ്വപ്നങ്ങളിലേക്ക്, അവരിൽ നീ കണ്ട സ്വപ്നങ്ങളിലേക്ക് പറന്നുയരുവാൻ പോകുക. പ്രിയ പാസ്റ്ററെ കേൾക്ക്, ഇനിയും മതിൽ കെട്ടി നിന്നെ ഒതുക്കി കൂട്ടുവാൻ, അവിടെ 4 വിശ്വാസികളെയും കൂട്ടി തട്ടിയും മുട്ടിയും പാട്ടും പാടി, നോ, നീ ഉയരുവാൻ പോകുക. വേദികൾ ഒരുങ്ങപ്പെടുവാൻ പോകുക. പാസ്റ്റർ, എന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആരുമില്ല. സ്തോത്രം, നിന്നെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആരുമില്ലാത്തത് കൊണ്ട് കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുക. വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ നീൻ്റെ കാര്യം പോക്കായി തീർന്നേനെ. സ്തോത്രം. ഇന്നലകളിൽ പറഞ്ഞതും ഇന്ന് പറയുന്നതും കേൾക്കുന്നുണ്ടല്ലോ. 4 പാടുന്ന അയ്യോ പറയാതിരിക്കുന്നതാണ് ഭേദം. മനുഷ്യനെ പറ്റിച്ച് വഞ്ചിച്ച് തങ്ങളുടെ പോക്കറ്റിന് വലിപ്പം കൂട്ടുവാൻ, തങ്ങളുടെ സംഘടനയുടെ പേര് വലുതാക്കുവാൻ, ഇന്നലകളിൽ പറഞ്ഞതൊക്കെ തിരുത്തി പറഞ്ഞ് അതൊന്നും അല്ല സത്യമെന്ന് പറഞ്ഞ്, എന്തൊരു വൃത്തികെട്ട ലോകമല്ലേ. നോ, നീ ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതാ. നിൻ്റെ അടിസ്ഥാനം ബൈബിളായിരിക്കട്ടെ. സംഘടന വേണ്ട. ആമേൻ. സംഘടനയുടെ അടിസ്ഥാനത്തിലല്ല നിൻ്റെ മുൻപോട്ട് പോക്ക്. സംഘടന തലവന്മാർ പറയുന്നത് കേട്ട് കൈയടിച്ചിട്ട് അത് ഛർദ്ദിച്ച് വയ്ക്കുന്ന ജോലി വേണ്ട. ബൈബിൾ വായിക്ക്, കർത്താവിന് വേണ്ടി നിൽക്ക്. വേദികൾ ഒരുങ്ങപ്പെടും. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. താങ്ക് യു ലോർഡ്. ആമേൻ. ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്. തളർന്നിരിക്കുന്ന നിന്നെ പറന്നുയരുവാൻ തക്കവണ്ണം ശക്തനാക്കുന്ന ഒരു കർത്താവ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് സ്വപ്നങ്ങളെല്ലാം കരഞ്ഞു തുടങ്ങി അയ്യോ എന്ന് കരയുന്ന നിന്നെ പറന്നുയരുവാൻ തക്കവണ്ണം ശക്തനാക്കി തീർക്കുന്ന, നിനക്ക് ശക്തി നൽകുന്ന ഒരു കർത്താവ് ഇന്ന് ജീവിക്കുന്നു. എൻ്റെ ദൈവം ഇന്ന് ജീവിക്കുന്നു. അപ്പൻ നോക്കൂ, ആ ഭാഗത്ത് എന്നെ ഏറെ ചിന്തിപ്പിക്കുകയും നിങ്ങളോട് പറയുവാൻ എനിക്കേറെ സന്തോഷമുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി പോകുന്നു. അവിടെ 28-ാമത്തെ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. ബുദ്ധി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. ഈ അപ്രമേയം പെട്ടെന്ന് എൻ്റെ ഉള്ളിലോട്ട് വരുന്നില്ല. അപ്രമേയത്തിൻ്റെ പര്യായപദം പഠിപ്പിച്ച ദിവസം ഞാൻ സ്കൂളിൽ പോയില്ലായിരിക്കാം എന്ന് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെ ആയിരിക്കും. അന്ന് നമ്മൾ സ്കൂളിൽ പോയില്ല. ഓക്കെ, നോക്കൂ, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്രമേയം എന്ന മലയാളം വാക്കിൻ്റെ അർത്ഥം. ഗൂഗിൾ അമ്മച്ചി ഓടിച്ചിട്ട് അടിക്കാത്തത് നന്നായി. 3 അർത്ഥങ്ങൾ ഗൂഗിൾ എനിക്ക് പറഞ്ഞു തന്നു. ഒന്നാമത്തെ അർത്ഥം മീൻസ് അപ്രമേയം എന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയാത്തതെന്നാണ്. ആമേൻ. ദൈവത്തിൻ്റെ ബുദ്ധി മനസ്സിലാക്കുവാൻ കഴിയാത്തത്. ദൈവം ശക്തനായ, തളർന്നു പോകാത്തവനായ ദൈവം നമ്മെ ശക്തി പകർന്ന് ഉയർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതും. ഓക്കെ, ഇത് തലയ്ക്കകത്തെപ്പോഴും വേണം. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതും. മനസ്സിലാക്കുവാൻ കഴിയുന്നതൊക്കെ ഈ ലോകം ചെയ്യും. മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ് ദൈവം ചെയ്യുന്നത്. ഒരിക്കൽ ഒരു വലിയ പുരുഷാരത്തിന് മുമ്പിൽ നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, ആ ശിഷ്യന്മാർ യേശുവിൽ നിന്ന് കേൾക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവർക്ക് ഭക്ഷിപ്പാൻ വല്ലതും കൊടുപ്പീൻ.
അപ്പം നിങ്ങൾ വിചാരിക്കും വീട്ടിലിരിക്കുന്ന അച്ചായൻ വീട്ടിലിരിക്കുന്ന ഈ ചായയോട് വിരുന്നുകാരായി വന്ന അമ്മാമ്മയ്ക്കും അപ്പാപ്പനും വല്ല ചായ ബിസ്ക്കറ്റോ കൊടു എന്ന് പറയും പോലെ നിസ്സാരമായ കാര്യം. നോ. അപ്പാപ്പനും അമ്മാമ്മയൊന്നും അല്ല വന്നത്. 5000 പേരുണ്ട്, ആണുങ്ങൾ മാത്രം. അവരുടെ സ്ത്രീകളുണ്ട്, കൊച്ചുപിള്ളേരെ കൂട്ടിയിട്ടില്ല, പ്രായമായവരെയും കൂട്ടിയിട്ടില്ല. 10-35,000 പേര് നിരന്നിരിക്കുക. അവർക്ക് തിന്നാൻ കൊടുപ്പാൻ. മനസ്സിലാവുമോ? ഇല്ല. ബുദ്ധിയിലെത്തുമോ? ഇല്ല. ചിന്തിച്ചാലോ? കണക്കൂട്ടോ? അയ്യോ വലിയ പ്രശ്നമാണ്. പക്ഷേ 20ാമത്തെ വാക്യം പറയുന്നു, മത്തായിയുടെ സുവിശേഷം 14:20, അവർ തിന്ന് തൃപ്തി പ്രാപിച്ചു. ദൈവം ചിലത് പറയും, നിനക്ക് മനസ്സിലാവത്തില്ല. അതിനർത്ഥം ഇതൊക്കെ വെറും വാക്ക്. നോ. നീ കേൾക്കുന്ന ആലോചന നിവർത്തിയാകും. വിശ്വസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഒപ്പം നിൽക്കുവാൻ തയ്യാറാണോ? നിനക്ക് മനസ്സിലാവാത്തത് നിവർത്തിയാകും. നീ പറയുന്നത് ഒരുപക്ഷെ ആർക്ക് മനസ്സിലാകണമെന്നില്ല. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന നീ പറയുന്നത് ഒരുപക്ഷെ ആർക്ക് മനസ്സിലാകണമെന്നില്ല. അവർക്ക് മനസ്സിലാകാത്തത് നിൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചു തരുവാൻ കഴിവുള്ള ഒരു ദൈവം അവനിന്നും ജീവിക്കുന്നു. 2ാമത്തെ അർത്ഥം, അളവറ്റത് അല്ലെങ്കിൽ അതിരില്ലാത്തത്. ദൈവത്തിൻ്റെ ബുദ്ധി നിങ്ങളുടെ ജീവിതത്തിലെ അതിരുകളെ പൊളിക്കും, ആ ഞെരുക്കം മാറ്റും. എനിക്കത് പറയാനാണ് ഇഷ്ടം. ത്യാഗിലോട് യേശുവിൻ നാമത്തിൽ. നോക്കൂ, സങ്കീർത്തനം 18:29, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അർത്ഥം വിശാലതയാ. മതിൽ ചാടിക്കടന്ന വിശാലതയാ. യെസ്, ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങി. ആ വിശാലത വെളിപ്പെടുവാൻ പോകുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനമൊന്നും നോക്കണ്ട, ഏറ്റെടുത്തോ. ആമേൻ. ആ വിശാലത ഇനിയും ആ ഞെരുക്കത്തിൽ നീ തുടരത്തില്ല. ബ്രദർ, സിസ്റ്റർ, ബിസിനസ് ചെയ്യുന്ന കുടുംബമേ കേൾക്ക്, ഇനിയും ആ ഞെരുക്കത്തിൽ നീ തുടരത്തില്ല. നിന്റെ ബിസിനസ്സിന് ഒരു അഭിവൃദ്ധി ഉണ്ടാകുവാൻ പോകുക, വിശാലത വെളിപ്പെടുവാൻ പോകുക. യെസ്, നിങ്ങളുടെ ഭവനത്തിൻ്റെ ആ ഞെരിഞ്ഞ അവസ്ഥ മാറുവാൻ പോകുക, വിശാലത ഉണ്ടാകുവാൻ പോകുന്നു. ഞെരുക്കം മാറി വിശാലത. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഞെരുക്കുന്ന മതിലുകളെ നിങ്ങൾ ചാടിക്കടക്കുവാൻ പോകുന്നു. ആ വിശാലതയ്ക്ക് തടസ്സമായി നിങ്ങളെ ഒതുക്കിക്കൂട്ടുന്ന മതിലുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ചാടിക്കടക്കുവാൻ പോകുന്നു. 3ാമത്, തർക്കിച്ച് സ്ഥാപിക്കുവാൻ കഴിയാത്തൊരു കാര്യം. നമുക്ക് തർക്കമൊന്നുമില്ല കേട്ടോ. അയ്യോ സ്തോത്രം. പലരും വിളിച്ചിട്ട് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നവർ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുമ്പോൾ തുടർമാനമായി പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുവാനുള്ള അവസരമുണ്ട് കേട്ടോ. ദൈവവചനത്തിനൊപ്പവും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമൊപ്പം. അങ്ങനെ അപ്പോൾ ചിലർ ചോദിക്കും, പാസ്റ്ററെ അതെങ്ങനെ ഉപവസിക്കാൻ പറ്റുമെന്ന്, ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് വരണോ? നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കും കേൾക്കുന്നത്. ഇല്ല, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. ഉപവസിക്കാൻ മാത്രമല്ല, പ്രാപിക്കാനും. വിളിച്ചാൽ മതി, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുവാൻ വിളിക്കുന്നവർ നമ്മുടെ യാത്രയിൽ ദൈവിക ആലോചനകൾ ഞങ്ങളിലൂടെ കേൾക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ തർക്കിക്കും, പാസ്റ്റർ അത് നടക്കുമോ? അത് നടക്കത്തില്ല. ഇപ്പം തർക്കിക്കാനാണെങ്കിൽ അബ്രഹാമിനോട് ദൈവം ദൂതന്മാരെയും കൂട്ടി മേമ്രയുടെ തോട്ടത്തിൽ വന്നിട്ട് പറയുകയാണ്, ആബ്രഹാമേ അടുത്ത വർഷം ഈ വഴി വരുമ്പോൾ സാറ പ്രസവിക്കും. കർത്താവെ ഒരുമാതിരി അങ്ങനെ ഒന്നും പറയരുത്. നോക്കൂ, MRI എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ആ ടെസ്റ്റ്, എന്ത് ടെസ്റ്റ് ആയിക്കോട്ടെ എനിക്കറിയത്തില്ല, ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുണ്ട്, നടക്കത്തില്ല. അങ്ങനെ ടെസ്റ്റ് റിസൾട്ടും വെച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി നിന്നോട് അടുത്ത വർഷം കർത്താവ് നിന്നെ ഒരു അമ്മയാക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. താങ്ക് യു ലോർഡ്. ഇതിൻ്റെ ഒരു ടെസ്റ്റ് റിസൾട്ട്. ആമേൻ. സ്തോത്രം. തർക്കിക്കാൻ ഇങ്ങനെ 100 കാര്യങ്ങളുണ്ട്. തർക്കത്തിനൊന്നും ഇവിടെ ഒരു റോളുമില്ല. പ്രാർത്ഥന ഉപവാസവും മാത്രമേ ഉള്ളൂ. ആമേൻ. തർക്കമല്ല നമ്മളെ പ്രാപിക്കുന്നവരാക്കി മാറ്റുന്നത്. ദൈവത്തിൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അളവില്ലാത്തത്, മനസ്സിലാക്കുവാൻ കഴിയാത്തത്, അതിരുകളെ ഭേദിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്യുവാൻ പോകുക. അർത്ഥാൽ നീ ഉയരുവാൻ പോകുന്നു. ഒരു മതിലിനും ഇനി നിന്നെ തടഞ്ഞു നിർത്തുവാൻ കഴിയത്തില്ല. ഒരു തടസ്സത്തിനും ഇനി നിന്നെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. ആർക്കും ഇനി നിന്നെ അവരുടെ കാൽ കീഴിൽ ഒതുക്കി കൂട്ടുവാൻ കഴിയത്തില്ല. നിൻ്റെ സമയം വന്നിരിക്കുന്നു. പറക്കുവാൻ റെഡിയാണോ? ആമേൻ. അവിടെ കിടന്നത് മതി, നിലവിളിച്ചത് മതി, പരിതപിച്ചത് മതി, കരഞ്ഞത് മതി. ഇനി എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത്? ചോദ്യം ചോദിച്ച് മറ്റുള്ളവർക്ക് അത് തന്നെ ഒരു സങ്കടമാണ്. ഉള്ളതെല്ലാം നന്ന് കഷ്ടപ്പെട്ട് കെട്ടിച്ചു വിട്ടു, അവർക്ക് പറ്റുന്നതെല്ലാം ചെയ്തു. ഇപ്പോഴും നീ കരഞ്ഞ് സങ്കടം വീട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. സഹോദരി, ആ സങ്കടം പറയൊക്കെ നിർത്ത്. കരച്ചിൽ ദൈവത്തിൻ്റെ സന്നിധിയിലാകട്ടെ. നോക്കൂ, വിശുദ്ധ വേദപുസ്തകത്തിലെ ഹാഗർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്കറിയാം, എനിക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ 2ാമത്തെ ഭാര്യ, അല്ലെങ്കിൽ അബ്രഹാമിന് ഒരു തലമുറ വേണ്ടി വന്നപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഹാഗർ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു. അവൾ കരച്ചിലാണ്. അവളുടെ കുടുംബക്കാർ മിസ്രീമിയരുണ്ട്, അവർ കേൾക്കുന്നില്ല. അബ്രഹാം കേൾക്കേണ്ടവരാണ്, അവനും കേൾക്കുന്നില്ല. ആരും കേൾക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ
16-ാമത്തെ വാക്യത്തിൽ അവൾ ഒരു കരച്ചിൽ കരഞ്ഞു. ആ കരച്ചിൽ മിസ്രൈമിലെ തൻ്റെ ബന്ധുക്കളോടല്ല, അവർ കേൾക്കാനല്ല, അബ്രഹാം എന്ന തൻ്റെ ഭർത്താവ് കേൾക്കാനല്ല, ദൈവം കേൾക്കുവാൻ വേണ്ടി. ദൈവം നിലവിളി കേട്ടു, ഒരു ഉറവ തുറന്നു, അവളുടെ തലമുറ എഴുന്നേറ്റു. യെസ്, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇനിയും കരഞ്ഞ് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തിയത് മതി. ദൈവസനയിൽ കരയ്, ദൈവസനയിൽ നിലവിളിക്ക്, നിനക്കൊരു ഉദ്ധാരണമുണ്ട്. പ്രൈസ് ഫാമിലിക്കൊപ്പം അവിധത്തിൽ പ്രാപിക്കുന്നവരായി നിങ്ങൾക്ക് മാറുവാൻ കഴിയും. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും പ്രൈസ് ഫാമിലിയുടെ ദൈവവചന ശുശ്രൂഷയ്ക്കൊപ്പം ആയിരിക്കുവാനുള്ള അവസരമുണ്ട്. പ്രൈസ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. വെള്ളിയാഴ്ച ഞായറാഴ്ച സഭാരാധനയുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ലൈവ് സ്ട്രീമുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്ന് നോക്ക്. ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. ആത്മനിറവിലുള്ള ഒരു ആരാധന നിങ്ങൾക്ക് അനുഭവിക്കുവാനും ദൈവിക വിടുതലുകൾ പ്രാപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. എന്താ കണ്ണടച്ചോ? വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം കുഴിച്ചിടപ്പെട്ട് നല്ലതൊന്നും കാണുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ എന്ന് വിലപിച്ചായിരിക്കുന്നവർ, ഇനിയൊരു എഴുന്നേൽപ്പില്ല, ഇനിയൊരു മുൻപോട്ട് പോക്കില്ല എന്ന് കരയുന്നവർ, ഓടുവാനും നടക്കുവാനുമല്ല പറക്കുവാനുള്ള ശക്തി ഇവരുടെ മേലൊക്കെ പകരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ഇവരുടെ സ്വപ്നങ്ങളിലേക്ക്, ഇവർ കണ്ട സ്വപ്നങ്ങളിലേക്ക് ഇവർ പറക്കട്ടെ. അഭിവൃദ്ധിയിലേക്ക്, വിശാലതയിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് ഇവർ പറക്കട്ടെ. തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ, എല്ലാ വെല്ലുവിളികളും മാറട്ടെ. മാനുഷികമായി പൈശാചികമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പോരുകളും പോരാട്ടങ്ങളും അഴിഞ്ഞു മാറട്ടെ. തൊഴിൽ മേഖലയ്ക്ക് വിരോധമുള്ള എല്ലാ വെല്ലുവിളികളും അഴിയട്ടെ. തൊഴിൽ മേഖല അനുഗ്രഹമായി തീരട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പൈശാചികമായ അവകാശവാദങ്ങൾ കുടുംബജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മദ്യം മുഖാന്തരം, മയക്കുമരുന്നുകൾ മുഖാന്തരം കുടുംബങ്ങൾക്കകത്തുണ്ടാകുന്ന എല്ലാ അസ്വാരസ്യങ്ങൾ വിട്ടുമാറട്ടെ. കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾക്ക് തീർപ്പുണ്ടാകട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണം യേശുവേ. വസ്തുക്കൾ വാങ്ങട്ടെ, ഇവർ വാഹനങ്ങൾ വാങ്ങട്ടെ. കടഭാരത്താൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വഴി തുറക്കണമേ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴി തുറക്കണമേ. എല്ലാ ബാധ്യതകളും മാറട്ടെ, ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവേ. ഇതുവരെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അങ്ങ് സൗഖ്യമാക്കട്ടെ. എല്ലാ രോഗബന്ധനം മാറട്ടെ. ഡിപ്രഷനുകൾ, ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ചില വ്രണങ്ങൾ, ഉണങ്ങാത്ത ചില വ്രണങ്ങൾ മാറിപ്പോകട്ടെ. ഓപ്പറേഷൻ നിശ്ചയിച്ചായിരിക്കുന്ന ചിലർ ഇന്ന് ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകട്ടെ. തലമുറകൾ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുന്നവർ നല്ല സ്കോറുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. PRകൾ ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. നല്ലത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. തകർച്ചകൾ മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാകും വിധം അവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസ് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകൾ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ കഴിയും. പ്രാർത്ഥിക്കുക, ഒപ്പം ചേർന്ന് നിൽക്കുക. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസ് ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന് പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.